ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവൻ സന്ദീപിനെ താഴേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, നീ പെട്ടെന്ന് റെഡിയായി താഴേക്ക് വരണം. നമുക്ക് നിന്റെ വിവാഹം വിളിക്കാനായി എൻ്റെ കുറച്ച് കൂട്ടുകാരുടെ വീടുകളിൽ പോകാനുണ്ട്. ഞാൻ വരണോ അച്ഛാ, ഞാൻ കുറച്ച് ബിസിയാണെന്ന് സന്ദീപ് പറയുമ്പോൾ സേതു പറയുകയാണ്, നീ എന്താണെങ്കിലും വരണം. ആദ്യത്തെ കത്ത് കൊടുക്കുന്നതേ വൃന്ദാവനത്തിലാണ്. വൃന്ദാവനത്തിൽ ദയാനന്ദ മാഷിന് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കാൻ. തുടർന്ന് സന്ദീപ് ഓരോന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സേതുമാധവൻ സന്ദീപ് വന്നേ പറ്റുമെന്ന് നിർബന്ധം പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ്. വൃന്ദാവനത്തിലേക്ക് കല്യാണം ക്ഷണിക്കാനായി പോവുകയാണെന്ന് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എന്നാ പിന്നെ ഞാനും നിങ്ങളുടെ ഒപ്പം വരാം. വിളിയെല്ലാം അവിടെ നിന്ന് തന്നെ തുടങ്ങട്ടെ. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. മീര പറയുകയാണ്, നിങ്ങളെല്ലാവരും അറിഞ്ഞോ, അവിടെ നെല്ലിശ്ശേരിയിൽ സന്ദീപിൻ്റെയും അനഘയുടെയും വിവാഹം ഉറപ്പിച്ചെന്ന്. 7 ദിവസത്തിനുള്ളിൽ വിവാഹമുണ്ടെന്നാ പറഞ്ഞത്. അവന്തിക എന്നെ വിളിച്ച് പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുന്ന ആതിര ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. നേരത്തെ ആ ചെറുക്കന് ആ അനഘയെ കണ്ണെടുത്താ കണ്ടൂടായിരുന്നു. ഇപ്പോൾ അവൻ തന്നെയാ പറഞ്ഞത് അവന് അനഘയെ മതിയെന്ന്. ഇതൊക്കെ കേൾക്കുന്ന കമല പറയുകയാണ്, അവരുടെ ചെക്കനായി അവരുടെ പാടായി അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യവുമില്ല. അതേസമയം സേതുമാധവനും അവന്തികയും സന്ദീപും കൂടി വൃന്ദാവനത്തിലേക്ക് വരികയാണ്. തുടർന്ന് എല്ലാവരും ചേർന്ന് അവരെ അകത്തേക്ക് സ്വീകരിക്കുകയാണ്. അല്ല, ആതിര എവിടെ പോയെന്ന് അവന്തിക ചോദിക്കുമ്പോൾ മുറിയിലുണ്ടെന്നും വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് കമല ചെന്ന് ആതിരയും കൂട്ടിക്കൊണ്ട് എല്ലാവരുടെയും അടുത്തേക്ക് വരികയാണ്. തുടർന്ന് സേതുമാധവൻ പറയുകയാണ്, ഇവൻ്റെയും അനഘയുടെ വിവാഹം ഉറപ്പിച്ചു. അനഘ ഇവനെ കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. തുടർന്ന് അവന്തിക പറയുകയാണ്, ഇന്നത്തെ കാലത്ത് പരിശുദ്ധ പ്രേമങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. പിന്നെ എൻ്റെ അനഘയെ പോലെ ചിലരൊക്കെ കാണും, സ്വന്തം പ്രണയത്തിന് വേണ്ടി ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്നവര്. ഇതൊക്കെ കേൾക്കുന്ന ആതിര ആകെ തകർന്നു നിൽക്കുകയാണ്. സന്ദീപിന് ആതിരയുടെ മുഖത്തേക്ക് പോലും നോക്കാനാകുന്നില്ല. തുടർന്ന് സേതു പറയുകയാണ്, കുഴപ്പമില്ല, ആതിരയുടെ വിവാഹബന്ധം മുടങ്ങിയെങ്കിലും നല്ല ഒരെണ്ണം തന്നെ വീണ്ടും വരും. ഇത് കേൾക്കുന്ന മാഷി പറയുകയാണ്, ആ കെട്ടാമെന്ന ചെറുക്കൻ ആളത്ര ശരിയല്ലെന്ന് ഞങ്ങൾ പിന്നീടാ അറിഞ്ഞത്. അതെന്താണെങ്കിലും നന്നായി മാഷേ, വിവാഹം കഴിഞ്ഞാണ് അറിഞ്ഞിരുന്നതെങ്കിലോ എന്ന് സേതു ചോദിക്കുന്നു. താലി കെട്ടി സ്വന്തമാക്കുന്നത് വരെയുള്ളൂ മാഷേ ചിലരുടെ സ്നേഹവും അടുപ്പവുമെല്ലാം. താലി കെട്ടിയതിന് ശേഷമാണ് കൂടുതൽ സ്നേഹിക്കേണ്ടതെന്നേ അവർക്കാർക്കും അറിയുകയുമില്ല. മാഷേ, ഞങ്ങൾ വന്നത് ഇവന്റെയും അനഘയുടെയും വിവാഹം ക്ഷണിക്കാൻ വേണ്ടിയാണ്. അമ്പലത്തിൽ ചെന്ന് കത്ത് പൂജിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്കാ വരുന്നത്. നിങ്ങളെ തന്നെ ആദ്യം വിളിക്കാമെന്ന് കരുതി. ഈ വരുന്ന വ്യാഴാഴ്ചയാണ് കല്യാണം. എല്ലാവരും നേരത്തെ തന്നെ എത്തിയേക്കണമെന്ന് അവന്തിക പറയുമ്പോൾ അവിടെ മാറി നിന്ന് പൊട്ടിക്കരയുകയാണ് ആതിര. അങ്ങനെ എല്ലാവരും ഇറങ്ങാൻ നേരം അവന്തിക ആതിരടുത്ത് വന്ന് പറയുകയാണ്, മോള് രാവിലെ തന്നെ അങ്ങ് എത്തിയേക്കണം. മോള് വന്നാലേ അനഘയ്ക്ക് അതൊരു കൂട്ടായിരിക്കും. തുടർന്ന് ആതിരയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ നിന്ന് അവന്തിക പറയുകയാണ്, ചേച്ചിയുമായി ചേർന്ന് മാക്സിമം ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കണം കേട്ടോ. അത്രയും പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് ആതിര. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിരയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതും വിവാഹത്തിന്റെ കാര്യവും എല്ലാം തന്നെ ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് സന്ദീപ്. അതേസമയം ഇൻവിറ്റേഷൻ കാർഡുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അനഘ. സന്ദീപ്, ഇത് വായിച്ചോ? ഞാനേ ഒരുപാട് വട്ടം വായിച്ചു. തുടർന്ന് അനഘ പറയുകയാണ്, സന്ദീപ് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ദീപ് എന്നോട് ക്ഷമിക്കണം. പിന്നെ വളരെ വൈകിയാണെങ്കിലും എന്നെ മനസ്സിലാക്കിയതിനും എൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞതിനും നന്ദിയുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സന്ദീപ് എന്താ ഒന്നും പറയാത്തത്? എനിക്കറിയാം സന്ദീപിന് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകുമെന്ന്. എന്താണെങ്കിലും കുഴപ്പമില്ല, ഇനി എപ്പോഴും സന്ദീപിന്റെ ഒരു വിളിക്കകലെ അനഘയുണ്ടാകും. ഇതൊക്കെ കേൾക്കുന്ന സന്ദീപ് ആകെ വിഷമത്തോടെ അനഘയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.